കാസർഗോഡിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് കേരളത്തിലെ ഏറ്റവും ഉറച്ച സീറ്റുകളിൽ ഒന്നായിട്ട് തന്നെയാണ്. കാരണം നമ്മുടെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം ആയി തിരഞ്ഞെടുപ്പ് നടന്നത് ഇത് 16 തവണയാണ്. യഥാർത്ഥത്തിൽ ഇത് 18ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 51-52 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വരുന്നത്. 51 തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിച്ചത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് AKG ആയിരുന്നു. 56 കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമാണ് 57 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം വരുന്നത്. അന്ന് മത്സരിച്ചത് സഖാവ് AKG ആണ്. 57 സഖാവ് AKG ജയിച്ചു. 62 67 വലിയ ഭൂരിപക്ഷത്തിൽ AKG കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവായി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടന്നു കയറി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എപ്പോഴും കാതോർത്തിരുന്ന വാക്കുകൾ AKGയുടേതായിരുന്നുവെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. 67 കഴിഞ്ഞ് പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള 4 ഘട്ടങ്ങളിൽ 71 സഖാവ് VK നായനാർ കാസർഗോഡ് മത്സരിച്ചപ്പോൾ 28,000 വോട്ടിന് നായനാർ പരാജയപ്പെട്ടു. അന്ന് നായനാരെ പരാജയപ്പെടുത്തിയിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട്. 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് കേരളത്തിൽ മുഴുവൻ സീറ്റിലും ഇടതുപക്ഷം തോറ്റപ്പോൾ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 6,000 ശിഷ്ടം വോട്ടിനാണ് അന്ന് രാമണ്ണ റൈ കടന്നപ്പള്ളിയോട് പരാജയപ്പെട്ടത്. പിന്നീടൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് 84 CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സഖാവ് E ബാലാനന്ദൻ മത്സരിച്ചപ്പോഴാണ്. അത് 11,000 വോട്ടിനാണ്. കഴിഞ്ഞ തവണയാണ് 44,000 വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഇത് വ്യക്തമാക്കുന്നൊരു ചിത്രമുണ്ട്. ഏതെങ്കിലും നിലക്കൊരു മഹാഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്ക് ജയിക്കാൻ പറ്റിയിട്ടുള്ള മണ്ഡലമല്ല കാസർഗോഡ്. ഇപ്പോൾ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 5 മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLAമാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. 2 മണ്ഡലമാണ് മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുള്ള മണ്ഡലമായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പൊതുസ്ഥിതി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനകരമായ നിലയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറെ അനുഭവസമ്പത്തും ധീരമായ നിലയിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിച്ചു വന്നിട്ടുള്ള നേതൃത്വവുമായിട്ടുള്ള MV ബാലകൃഷ്ണ മാസ്റ്റർ ജയിക്കും എന്നുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ നിലയിൽ ഉള്ള ഭൂരിപക്ഷത്തിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും.